നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിപ്പം കാറായാലും ബൈക്കായാലും ഒക്കെ സെയിം അവസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ പലരും ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ മാസം ഇതേപോലുള്ള പ്രശ്നം എനിക്കുണ്ടായി. ഞാൻ പിന്നെ വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ബാറ്ററി ഒക്കെ ആയിട്ട് വന്ന് അവരാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ഊരിക്കൊണ്ട് പോയിട്ട് വീണ്ടും അതിൽ ചാർജ് ഒക്കെ ആക്കി തിരിച്ചു കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരും. പക്ഷേ കുറച്ച് പാടുള്ള പരിപാടിയാണ്, കുറച്ച് ഇതിന്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനം ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജംപ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജംപ് സ്റ്റാർട്ടർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ജംപ് സ്റ്റാർട്ടർ പരിചയപ്പെടുത്താം. അഗാരോ പ്രൈമോ കാർ ജംപ് സ്റ്റാർട്ടർ ആണിത്. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. 6000 രൂപയുടെ താഴെയാണ് ഇതിന്റെ വിലയോട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. പലരും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താണ് പ്രൊഡക്റ്റിന്റെ റേറ്റ് പറയാത്തതെന്ന്. പ്രൊഡക്റ്റിന്റെ വില പറയാത്തതിന്റെ കാര്യം ഇതിന്റെയൊക്കെ വില കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു റേറ്റ് ആയിരിക്കത്തില്ല ഒരു മാസം കഴിയുമ്പോൾ. ഒന്നുകിൽ അത് കൂടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റുകളുടെയും റേറ്റ് പറയാത്തത്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ലൈവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തതിനു ശേഷം എന്തൊക്കെ ഐറ്റംസ് ഇതിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യം ഒന്ന് നോക്കണം. സത്യത്തിൽ ഞാനിത് ഉപയോഗിച്ച് നോക്കിയില്ല ഇതുവരെ, ജസ്റ്റ് ഇപ്പോഴാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു യൂസർ മാനുവൽ ലഭിച്ചിട്ടുണ്ട്. ഈ യൂസർ മാനുവൽ മൊത്തം ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. യൂസർ മാനുവലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസർ മാനുവൽ വായിച്ചു നോക്കിയതിന് ശേഷവും ഇത് മനസ്സിലാക്കാം. പിന്നെ അടിപൊളി ഒരു കേസും ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ജംപ് സ്റ്റാർട്ടറും അതിന്റെ മറ്റ് അക്സസറീസും ഒക്കെ ഇട്ട് വെക്കാനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ്, ഒരു പ്രീമിയം കേസ് തന്നെയാണ് ഇതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ കേസ് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിനുള്ളിൽ 2 സെക്ഷനാണുള്ളത്. ഇതിന്റെ മുകളിലത്തെ സെക്ഷനിൽ ജംപ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്മാർട്ട് ജംപ് കേബിൾ ക്ലാമ്പ് ആണിത്. ഇതിൽ പ്ലസ് മൈനസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിക്കൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു അഡാപ്റ്റർ പോലത്തെ ഒരു ഭാഗം കൂടെ നൽകിയിട്ടുണ്ട്. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജംപ് സ്റ്റാർട്ടറിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ടൈപ്പ് A to C ഒരു കേബിളൂടെ നൽകിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ മെയിൻ യൂണിറ്റ് ഒന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. മെയിൻ യൂണിറ്റ് നോക്കി ഇതൊരു കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കണ്ടാൽ ആള് കുഞ്ഞനാണ്, പക്ഷേ ഇവൻ ആള് മിടുക്കനാണ്. ഒരു കാറൊക്കെ വളരെ ഈസി ആയിട്ട് ഇവൻ സ്റ്റാർട്ട് ആക്കി തരും. 12,000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ ഒരു ലുക്ക് ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗാരോയുടെ ഒരു ബ്രാൻഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് 2 പോർട്സ് നൽകിയിട്ടുണ്ട്. ഒരെണ്ണം ടൈപ്പ് എയും മറ്റൊരെണ്ണം ടൈപ്പ് സിയും ആണ്. അതിനോടൊപ്പം തന്നെ ഒരു റബ്ബർ വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതിനുള്ളിലേക്കായിരിക്കും നമ്മൾ ആ ജംപ് സ്റ്റാർട്ടറിന്റെ കേബിൾ കണക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു LED ലൈറ്റ് സെറ്റപ്പോട് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലും അതേപോലെ ഫ്ലാഷ് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ കാണുന്നതാണ് പവർ ബട്ടൺ. പവർ ബട്ടണിൽ ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ 4 LED ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇത് ഓരോ ഇൻഡിക്കേറ്റർ ലൈറ്റ്സും സൂചിപ്പിക്കുന്നത് 25% ചാർജ് ആയിരിക്കും. അപ്പൊ 4 എണ്ണം ഇവിടെ കത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ചാർജ് ഉണ്ടായിരിക്കും. ഇനി ഇത് ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ചാർജ് ആയിരിക്കും. ഇനി ഇതിൽ ഒരു ലൈറ്റ് ആണ് ബ്ലിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 0% ആയിരിക്കും ചാർജ്. ഇതിൽ ഒട്ടും ചാർജ് ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇവന്റെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് നേരെ വെളിയിലേക്ക് പോകാം. ഞാൻ എന്റെ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനി കാറിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമുക്ക് ബാറ്ററി ഇല്ലാതെ ഈ ഒരു ജംപ് സ്റ്റാർട്ടറിന്റെ സഹായത്തോട് മാത്രം നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഉപയോഗിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിവേഴ്സ് ചാർജിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. ബാറ്ററി പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ, ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ. ഇത്തരം പ്രൊട്ടക്ഷൻസ് ഇതിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ 20 to 60 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഈ രീതിയിലുള്ള സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഒക്കെ അതിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പർച്ചേസ് ചെയ്യുക. ഞാനിപ്പോൾ എന്റെ കാറിന്റെ ബാറ്ററിയുടെ ഒരു ടെർമിനൽ ഇവിടെ ഊരി വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ ജംപ് സ്റ്റാർട്ടർ വെച്ച് ഈ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. കാരണം ഇപ്പൊ എന്തായാലും കാർ സ്റ്റാർട്ട് ആകത്തില്ല. കാരണം ഇതിന്റെ കണക്ഷൻ എല്ലാം ബാറ്ററി എന്നുള്ളത് ഡിസ്കണക്ട് ആയി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഇതൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ബാറ്ററിയിലും ഇതേപോലെ നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനിവിടെ നെഗറ്റീവ് ഇതിൽ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ നെഗറ്റീവിന്റെ ഈ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ അഡാപ്റ്റർ ജംപ് സ്റ്റാർട്ടറിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇത് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ ലൈറ്റ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. ഇനി നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജംപ് സ്റ്റാർട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാറും ബൈക്കും ഒക്കെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് കാറിൽ മാത്രമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. കാർ സ്റ്റാർട്ട് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൈക്കും സ്കൂട്ടി അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. മാറി കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ജംപ് സ്റ്റാർട്ടറിൽ കുറേയധികം പ്രൊട്ടക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സേഫ് ആണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരു ഫുൾ ചാർജിൽ നമുക്ക് 20 ടൈംസ് ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിന്റെ യൂസർ മാനുവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജംപ് സ്റ്റാർട്ടർ മാത്രമല്ല, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും ടാബ്ലറ്റ് ചാർജ് ചെയ്യാനും ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ 12,000 mAh ബാറ്ററി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു പവർ ബാങ്ക് ആയിട്ടും ഉപയോഗിക്കാം. ഫുൾ ചാർജ് ചെയ്ത് വാഹനത്തിനുള്ളിൽ വെച്ചാൽ മതി, എപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരിക എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് ബൈ ചെയ്യുക. ഞാനിത് ഉപയോഗിച്ചിടത്തോളം 100% ഇത് ഏതൊക്കെ യൂസിന് വേണ്ടിയാണോ ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ യൂസുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ സൈസ് നോക്കിയിട്ട് ഇതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല, കാരണം ഇപ്പം ചെറുതാണെങ്കിലും ഇതിന്റെ വർക്ക് നല്ല പവർഫുൾ ആണ്. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിന് മുമ്പ് ഞാൻ കാർ അക്സസറീസിന്റെ കുറെ വീഡിയോകൾ ചെയ്തിരുന്നു, ആ വീഡിയോയുടെ ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.